ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് 2-3 ദിവസം കഴിഞ്ഞാൽ വരുന്ന എപ്പിസോഡാണ് കേട്ടോ. അങ്ങനെ ഇനി നിധിയെ പുറത്തിറക്കാൻ വസുന്ധരയുടെ കൂടെ നിൽക്കുന്നതായി അഭിനയിക്കുന്ന ആ ഒരു സീനൊക്കെ ഇന്നത്തെ എപ്പിസോഡിൽ വന്നല്ലോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഇന്നത്തെ എപ്പിസോഡിന് ബാക്കി നാളെ റിവ്യൂ ഇടാം കേട്ടോ. അങ്ങനെ ഈ ഗൗതം വസുന്ധരയെ പൊട്ടിയാക്കിയും കൊണ്ടാണ് ഈ കളികളെല്ലാം കളിക്കുന്നത് കേട്ടോ. അങ്ങനെ വസുന്ധര ഇതൊന്നും അറിയാതെയാണ്. വസുന്ധര തൻ്റെ മകൻ തനിക്ക് തിരിച്ചു കിട്ടിയെന്ന ആ പ്രതീക്ഷയോടുകൂടി വസുന്ധര കാര്യങ്ങളൊക്കെ മുന്നോട്ട് നിൽക്കുകയാണ്. എന്നാൽ ഇവിടെ ഗൗതം അതിനുള്ള പണി അവർക്ക് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഗൗതം ശിവാനിയോട് പറയാണ്, നിൻ്റെ ഗർഭം അത് നിധി പറഞ്ഞതുപോലെ തന്നെ നാടകമാണെന്ന് എനിക്ക് മനസ്സിലായി. അതിനുള്ള പരിപാടിയൊക്കെ ഞാൻ ചെയ്യോടി, അതിനുള്ള പരിപാടിയൊക്കെ ചെയ്യാൻ എനിക്കറിയാമെന്നും ഇങ്ങനെ ഗൗതം ശിവാനിയോട് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ദിവസം പ്രണവും ശിവാനിയും ഇങ്ങനെ പുറത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. പ്രണവിൻ്റെ ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കാണാം അവിടെ ഒരു പോസ്റ്റ്മാൻ വരുന്നു കേട്ടോ. അപ്പോൾ ഉടനെ ശിവാനിയും കൂടെയൊക്കെ പുറത്തേക്ക് പോവാണ്. എന്നിട്ട് എന്താ ആർക്കാ എന്ന് ചോദിക്കുമ്പോൾ ശിവാനി ആരാണെന്ന് ചോദിക്കുക, ഞാനാണല്ലോ എന്താ എന്ന് പറയുമ്പോൾ ഇതൊരു ഒരു ലെറ്റർ ഉണ്ട് എന്ന് പറയട്ടെ. അങ്ങനെ ആ ഒരു ലെറ്റർ പെട്ടെന്ന് ശിവാനി വാങ്ങുകയാണ്. അത് വാങ്ങിയ ഉടനെ അത് പൊട്ടിച്ച് നോക്കുമ്പോൾ ഇത് കോടതിയിൽ നിന്നുള്ളൊരു നോട്ടീസാണല്ലോ, ഇത് എന്തായിരിക്കും എന്ന് കരുതിയിട്ട് ശിവാനി അത് പൊട്ടിച്ച് നോക്കുകയാണ്. പൊട്ടിച്ച് നോക്കുമ്പോൾ താൻ കാണുന്ന ഒരു കാഴ്ച, ഗൗതം ഇങ്ങനെ കോടതിയിൽ ഇങ്ങനെ ഒരു ചെറിയൊരു കേസുമായി പോയിരിക്കുകയാണ്. അതായത് ശിവാനിയുടെ ഗർഭം പൊളിഗർഭമാണ്, അവൾക്കില്ലാത്ത ഗർഭം വെച്ച് മറ്റുള്ളവരെല്ലാം പറ്റിക്കുകയാണ്. എൻ്റെ ഭാര്യ അവളെ കുഞ്ഞിനെ ഒരിക്കലും ഇല്ലാതാക്കാൻ നോക്കിയിട്ടില്ല, ഇല്ലാത്ത ഗർഭമാണ് അവളുടെ വയറ്റിൽ, അത് ടെസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു പരാതിയായിരിക്കും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനെ ചൊല്ലിയുള്ള ഒരു കടലാസാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ കോടതിയിൽ നിന്ന് അങ്ങനെ ഒരു നോട്ടീസാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ശിവാനി, ഈശ്വര, ഗൗതം പറഞ്ഞതുപോലെ തന്നെ ചെയ്തിരിക്കുന്നു. ഇനി ഞാൻ എന്ത് ചെയ്യും? ഇനി എനിക്ക് ഇവൻ്റെ കൈകളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് വഴി? അതിനുള്ള വഴി എന്ത്? യായിരിക്കുന്നത് ഒരു മണ്ടനാണ്, അവന് ഒന്നും തന്നെ അറിയില്ല. ഇന്ന് നേരം വെളുത്തു എന്ന് പറഞ്ഞാൽ നേരം വെളുത്തു, ഇന്ന് രാത്രിയായി എന്ന് പറഞ്ഞാൽ രാത്രിയായി. അങ്ങനെ ഒരു കഴുതയെ ഞാൻ കല്യാണം കഴിച്ചു. ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ അത് നന്നായി എന്നിങ്ങനെ പ്രണവിനെ കുറിച്ച് ശിവാനി പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് പ്രണവിൻ്റെ അരികിലോട്ട് ശിവാനി കരഞ്ഞും കൊണ്ട് ചെല്ലാണ്. എൻ്റെ പ്രണവ്, നീ എന്നെ മനസ്സിലാക്കണം. നിൻ്റെ ഏട്ടൻ ഇത്രയും ക്രൂരനാണെന്ന് എനിക്കറിയില്ലായിരുന്നു. നിൻ്റെ ഏട്ടൻ എന്നോട് ചെയ്ത ചതി കണ്ടില്ല എന്നൊക്കെ പറയുമ്പോൾ എന്താണ് നിൻ്റെ പ്രശ്നം എന്ന് പറയും. ശിവാനി ഒച്ചയെടുക്കാണ്. ഇത് കണ്ടോ, എൻ്റെ വയറ്റിൽ വളരുന്ന ഈ കുഞ്ഞുങ്ങൾ ഇല്ലെന്ന് പറഞ്ഞ് എനിക്ക് നാടകമാണ്, എൻ്റെ ഗർഭം വെച്ചുകെട്ടലാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് കുഞ്ഞുങ്ങളില്ലെന്നും അതുപോലെ വീണ്ടും ഞാൻ ഗർഭിണിയാണെന്ന് പരിശോധിക്കണം എന്നുള്ള ടെസ്റ്റ് ചെയ്യാൻ നിൻ്റെ ഏട്ടൻ കോടതിയിൽ ഒരു ചെറിയ കേസ് കൊടുത്തിരിക്കുന്നു. നിധി ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നതെന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് പ്രണവ് പറയാണ്, എന്താ നീ പറയുന്നത്? അതേ പ്രണവ്, നിൻ്റെ ഏട്ടനെ നീ ജീവതുല്യം സ്നേഹിക്കുമ്പോൾ നിൻ്റെ ഏട്ടൻ നമ്മുടെ കുഞ്ഞുങ്ങളെ കളയാനാണ് നോക്കുന്നത്. ഇപ്പോൾ കോടതിയിൽ ഞാൻ ഗർഭിണിയല്ലെന്നുള്ളതും കൂടി പറയുന്നു. ഞാൻ രണ്ട് കുഞ്ഞുങ്ങളെയാണ് ഞാൻ എൻ്റെ വയറ്റിലിടുന്നത്, ഒന്നിനെയല്ല രണ്ടെണ്ണത്തിനെ. എന്നിട്ട് നിൻ്റെ ഏട്ടൻ പറയുന്നത് നോക്ക്, ഞാൻ ഗർഭിണിയല്ലെന്ന്. എന്തൊക്കെയാണ് ഈ പറയുന്നത്? സംഭവം നിധി പൊടി എനിക്ക് തന്നിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നിധി തെറ്റ് ചെയ്തിട്ടല്ലേ നിധിക്കുള്ള ശിക്ഷ ഞാൻ വാങ്ങിച്ചു കൊടുത്തത്. പക്ഷെ നിൻ്റെ ഏട്ടൻ എനിക്ക് ഉണ്ടായ ഗർഭം ഇല്ലെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് താങ്ങുന്നില്ല എന്ന് പറയട്ടോ. ഇതേ സമയം പ്രണവ് പറയണേ, നീ എന്തിനെങ്ങനെ പേടിക്കുന്നത്? നിനക്കെന്തിനെ പേടിക്കേണ്ട ആവശ്യം? നിൻ്റെ വയറ്റിൽ കുഞ്ഞുങ്ങളുണ്ടെന്ന് നിനക്കും നന്നായി അറിയുന്ന കാര്യങ്ങളാണ്. പിന്നെന്താ പ്രശ്നം? അത് കേട്ട ഉടൻ തന്നെ, എന്നാലും എൻ്റെ പ്രണവ്, നിൻ്റെ ഏട്ടൻ ഇങ്ങനെ ഒരു വൃത്തികെട്ടവനാണെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ, എൻ്റെ ഏട്ടൻ എന്തോ ആയിക്കോട്ടെ, എന്തായാലും അവർ ചെയ്ത തെറ്റിനുള്ള ഫലം അവർക്ക് കിട്ടാൻ പോകുന്നു, അത്ര തന്നെ. നീ ഇതിങ്ങനെ ടെൻഷൻ ആവണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ശിവാനിയെ സമാധാനിപ്പിക്കാൻ കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസമായി കോടതി കൂടാണ്. ഗൗതം ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഗൗതമിൻ്റെ വക്കീൽ ഇങ്ങനെ വരുമെന്ന പ്രതീക്ഷയോട് കൂടിയിട്ടാണ് കാത്തു നിൽക്കുന്നത്. പക്ഷേ ഗൗതമിൻ്റെ വക്കീൽ ചതിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് നിധി വന്നിറങ്ങുന്നത്. നിധിയോട് സംസാരിക്കാൻ ഗൗതം ഓടി ചെല്ലുമ്പോൾ നിധിയെ സംസാരിക്കാൻ സമ്മതിക്കാതെ അവിടെ സൂപ്രണ്ട് കൊണ്ടുപോവുകയാണ് കേട്ടോ. ഇതേ സമയം ശിവാനി വന്നിറങ്ങുകയാണ്. ശിവാനിയും പ്രണവും കൂടിയാണ് വന്നിറങ്ങുന്നത്. ശിവാനിയാണെങ്കിൽ പ്രണവിനെ ഒരു തരം വെല്ലുവിളി പ്രണവിനെയല്ല, ഗൗതമിനെ ഒരു വെല്ലുവിളിയോട് കൂടിയിട്ടാണ് കേട്ടോ ശിവാനി നോക്കുന്നത്. ആ സമയത്തെല്ലാം കണ്ടിട്ട് ഗൗതമിന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഗൗതം ഇങ്ങനെ പുച്ഛത്തോടു കൂടി, എടി നിൻ്റെ താണ്ഡവം ഇന്നത്തോടു കൂടി ഞാൻ നിർത്തോടി എന്നുള്ള ആ ഒരു ഇതോട് കൂടിയിട്ടുമാണ് കേട്ടോ ഗൗതമും നിൽക്കുന്നത്. ആ സമയം കാണാൻ പ്രണവ് ഇങ്ങനെ ദേഷ്യത്തോടു കൂടി ഏട്ടനെ ഇങ്ങനെ പുച്ഛത്തോടു കൂടി നോക്കുന്നത് കേട്ടോ. ഇത്രയും സ്നേഹത്തോടു കൂടി ഞാൻ ഇത്രയും നാളും എൻ്റെ ഏട്ടൻ ദൈവതുല്യമായിട്ട് ഞാൻ കണ്ടിരുന്ന എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കുന്നു, എൻ്റെ കുഞ്ഞിനെ
ഇപ്പോൾ ഇല്ലെന്ന് പറയുന്നു. ഇതൊക്കെ എവിടത്തെ എന്ത് സ്വഭാവമാണ് എന്നൊക്കെ മനസ്സ് ചിന്തിച്ചിട്ടാണ് പ്രണവ് കടന്നു പോകുന്നത്. അപ്പോൾ പ്രണവ് എന്ന് പറയുമ്പോഴും തന്നോട് മിണ്ടാൻ പ്രണവ് കൂട്ടാക്കുന്നില്ലെന്ന് ഗൗതമിന് മനസ്സിലാവും. അങ്ങനെ കോടതി കൂടുകയാണ്. കോടതി കൂടുമ്പോൾ വക്കീൽ ശിവാനിയുടെ ഉണ്ട്, എന്നാൽ നിധിയുടെ വക്കീലില്ല. അപ്പോൾ ആ സമയം ഗൗതം വക്കീൽ വരുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് CKC കളിച്ചൊരു കളിയായിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു റിവ്യൂ ഒന്നും പറയുന്നില്ല കേട്ടോ. അങ്ങനെ നിധിക്ക് ഏൽപ്പിച്ച ആ വക്കീൽ അവിടെ എത്തുന്നില്ല കേട്ടോ. ഈ സമയം ഗൗതം ഒരുപാട് വക്കീലിനെ വിളിച്ച് നോക്കും, പക്ഷെ ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ കോടതി കൂടുകയാണ്. അവിടെ കോടതിയിൽ ജഡ്ജി പറയണേ എന്തായാലും കേസ് തുടരട്ടെ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ശിവാനിയുടെ വക്കീൽ പറയണേ എൻ്റെ കക്ഷി എന്ന് പറയുന്നത് 6 മാസമായ അവളാണ്, അവൾ ഗർഭിണിയല്ലെന്ന് പറഞ്ഞിട്ട് അവൾക്ക് മയക്കുപൊടി കൊടുത്ത് ഇപ്പോൾ ഇങ്ങനെ ഗർഭം കളയാൻ വേണ്ടി നോക്കിയിരിക്കുന്നു. അതിന് പുറമെ പല പ്രവൃത്തികളും ചെയ്തിട്ടുണ്ട്. ഇവളുടെ അമ്മ, ശിവാനിയുടെ അമ്മ അബോർഷന് വേണ്ടിയിട്ടുള്ള ആ ഒരു അബോർഷൻ ചെയ്യാൻ നിധി ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പരാതിയും കിട്ടിയിട്ടുണ്ട്. ഈ കക്ഷി എൻ്റെ കക്ഷിയെ മനഃപൂർവ്വം വേദനിപ്പിക്കാൻ നോക്കുകയാണ്, വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിക്കുകയാണ്, ഇത് നിയമപരമായി നോക്കുകയാണെങ്കിൽ 7 വർഷത്തെ കഠിന തടവ് വരെ ഉണ്ട് എന്നൊക്കെ അങ്ങനെ പറയുകയാണ്. ആ സമയം ഗൗതമിൻ്റെ വക്കീൽ എവിടെയെന്ന് ജഡ്ജി ചോദിക്കുകയാണ്. ഇല്ല, എനിക്ക് വക്കീലില്ല, ഞാനൊരു വക്കീലിനെ ഏൽപ്പിച്ചിരുന്നു. ഇതെന്താ നിങ്ങൾ ഈ പറയുന്നത്? ഇവിടെ ഒരു വാദിയും പ്രതിയും കൂടി നിൽക്കുന്ന സമയത്ത് ഇവിടെ 2 പേർക്കും ഓരോ വക്കീലുണ്ടാവില്ല, അത് എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഗൗതം പറഞ്ഞു എനിക്കറിയത്തില്ല, എൻ്റെ വക്കീൽ ഇവിടെ എത്താമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ ഈ നേരം വരെ എത്തിയില്ല, ഫോൺ അടിച്ചിട്ട് എടുക്കുന്നില്ല എന്ന് ഗൗതം പറയാണ്. ആ സമയം ഉടൻ തന്നെ ശിവാനിയുടെ വക്കീൽ പറയണം, അപ്പം അതിൽ നിന്ന് തന്നെ മനസ്സിലായില്ലേ ഇവർ തെറ്റ് ചെയ്തിട്ടുണ്ട്, വക്കീൽ പോലും ഇവരെ കഴിയൊഴിഞ്ഞിരിക്കുന്നു ഈ ലാസ്റ്റ് സമയത്ത് എന്നും പറയാനായിട്ട്. അപ്പോൾ തോൽക്കുമെന്ന് അറിയാത്തതുകൊണ്ട് വക്കീൽ വരാതിരുന്നതാണെന്ന് ശിവാനിയുടെ വക്കീൽ പറയാം. അപ്പോൾ ശിവാനി വളരെ സന്തോഷത്തോടു കൂടി നിൽക്കണം. അപ്പോൾ ഗൗതം പറയണേ പാവപ്പെട്ടവർക്കും ജീവിക്കണ്ടേ, കോടതി എന്നൊരു നിയമത്തിന് മുന്നിൽ മാത്രമാണ് പാവപ്പെട്ടവരുടെ മനസ്സിൻ്റെ വിഷമവും വേദനയും അറിയുള്ളൂ, പണമുള്ളത് കൊണ്ടും പലതും ചെയ്യാം എന്നുള്ള ആ ഒരു ധാരണയാണ് ചിലവർക്കൊക്കെ. എന്നാൽ ഞാൻ ഇവിടെ എൻ്റെ ഭാര്യയെ രക്ഷിക്കാൻ എൻ്റെ കയ്യിൽ ഒന്നും തന്നെ ഇല്ല, തെളിവുകളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഉടൻ തന്നെ ശിവാനിയുടെ വക്കീൽ പറയാം ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ട്, മയക്കുപൊടി കൊടുക്കുക നോക്കിയതും ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കിയതൊക്കെ കാണിച്ചു കൊടുക്കണം. അപ്പോൾ നിധി പറയണം ആ വീഡിയോ അവരുണ്ടാക്കിയെടുത്ത വീഡിയോ ആണ്, ഇങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് നിധി പറയുന്നുണ്ട് കേട്ടോ. ആ സമയം കോടതി ജഡ്ജി മിണ്ടാതിരിക്കുമെന്ന് പറയുന്നുണ്ട്. ഇതേ സമയം ഗൗതം പറയണേ എൻ്റെ ഭാര്യയുടെ എൻ്റെ ഭാര്യ ഇവിടെ തെറ്റുകാരിയല്ലെന്ന് എനിക്ക് തെളിയിക്കാൻ എൻ്റെ അടുത്ത് ആകെ ഒരു തെളിവേ ഉള്ളൂ, ആ തെളിവ് കോടതി വിചാരിച്ചാലേ ഇവിടെ പുറത്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ, അതെന്തെന്ന് ഞാൻ പറയട്ടെ എന്ന് പറയുമ്പോൾ ജഡ്ജി ചോദിക്കും ശരി നിങ്ങൾക്ക് വക്കീലില്ലാത്ത സ്ഥിതിക്ക് നിങ്ങൾ എന്താണെന്ന് പറയുമോ എന്ന് പറയണേ. അപ്പോൾ ഈ നിൽക്കുന്ന ശിവാനി ഗർഭിണിയല്ല, ഇല്ലാത്ത ഗർഭത്തിൻ്റെ പേരിലാണ് എൻ്റെ ഭാര്യയെ മയക്കുപിടി കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞുങ്ങളെ നശിപ്പിക്കാൻ നോക്കി, അബോർഷൻ ചെയ്യാൻ നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയതും ജയിലിൽ അടക്കാൻ നോക്കിയതൊക്കെ എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ അത് കേൾക്കുന്ന ശിവനെ ആകെ പേടിക്കണം, ഈശ്വര ഈ പ്രണവ് എല്ലാ സത്യങ്ങളും അറിയാം, എല്ലാവരും അറിയാലോ, ഇപ്പോൾ ഞാനായിരിക്കും പോലീസിൽ ജയിലിൽ അകത്താവാൻ പോകുന്നത് എന്നിങ്ങനെ ശിവാനി പേടിയോട് കൂടി നിൽക്കുക. അപ്പോഴേക്കും പ്രണവ് എന്താ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്, നിങ്ങൾ എൻ്റെ ഏട്ടൻ തന്നെയാണ്, നിങ്ങൾ ഏട്ടനാണെങ്കിലും എനിക്ക് പറയാതിരിക്കാൻ വയ്യ, ഇല്ലാത്തത് നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചിറകടിച്ച് പൊട്ടിക്കുന്നത് ഒരു കോടതിയാണെന്നൊന്നും നോക്കില്ല, എൻ്റെ ഭാര്യ 2 കുഞ്ഞുങ്ങളുടെ അമ്മയാണ് എന്നുള്ള സത്യം പറയുമ്പോൾ ഉടൻ തന്നെ ഗൗതം പറയണേ നിന്നെ പൊട്ടനാക്കി കൊണ്ടിരിക്കുകയാണ് നിൻ്റെ ഭാര്യ, അത് നീ മനസ്സിലാക്ക്, അവളൊരു ഗർഭിണിയല്ല, അവൾ വെച്ച് കെട്ടി നടക്കുകയാണ് എന്നോട് പറയണം കേട്ടോ. അത് കേൾക്കുന്ന പ്രണവിൻ്റെ പിടിവിട്ട് പോകണം, ഗൗതമിൻ്റെ കഴുത്തിന് കയറി പിടിക്കുകയാണ്. ആ സമയം ജഡ്ജി ഇത് ചന്തയല്ല, ഇതൊരു കോടതിയാണെന്നുള്ളത് ചിന്തിക്കണം എന്നൊക്കെ ജഡ്ജി പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം എന്തായാലും നിങ്ങളുടെ അടുത്ത് വക്കീലില്ല, നിങ്ങൾ തെറ്റ് ചെയ്തു, നിങ്ങൾക്കെതിരെയാണ് എല്ലാ തെളിവുകളും, അതുകൊണ്ട് തന്നെ ശിവാനിയെ ശിക്ഷിക്കാൻ കഴിയില്ല, ഈ നിൽക്കുന്ന നിധിയെ തന്നെ ശിക്ഷിക്കാൻ കഴിയുള്ളൂ എന്ന് പറയുമ്പോൾ നിധി ഈ കോടതി ദയനീയമായി എനിക്ക് പറയാനുള്ളത് കേൾക്കണം, കാരണം എനിക്ക് വരാനൊരുക്കുന്ന വക്കീൽ പോലും ഇവിടെ എത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇത് മാസ്റ്റർ പ്ലാനാണ്, എന്നെ മനഃപൂർവ്വം ജയിലിലടക്കണം എന്നുള്ളത് ചിന്തിച്ചും കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്, എനിക്ക് ഈ കോടതിക്ക് മുന്നിൽ ഗൗതം പറയുന്നത് പോലെ ഒരൊറ്റ തെളിവേ ഉള്ളൂ, ഈ നിൽക്കുന്ന ശിവാനി എനിക്കൊന്ന് ചോദ്യം ചെയ്യാൻ അനുവദിക്കുമോ, ആ ചോദ്യം ചെയ്തതിലൂടെ തീർച്ചയായും എനിക്ക് ഈ കോടതിയിൽ ഞാൻ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ കഴിയുമെന്ന് പറയാം കേട്ടോ. അത് കേൾക്കുന്നതിനോട് കൂടി ശിവാനി ആകെ പേടിച്ചു പോവാണ്. ഈ സമയം കോടതി ശരി നിങ്ങൾക്ക് വക്കീലില്ലാത്ത സ്ഥിതിക്ക് അവനവൻ തന്നെ വക്കീലാവുക അതേ രക്ഷയുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ നിന്നോളൂ എന്നുള്ള ആ ഒരു ഇത് കോടതിയിൽ ജഡ്ജി പറയാൻ കേട്ടോ. അങ്ങനെ ശിവാനിയുടെ അടുത്തോട്ട് നിധി വരികയാണ്. അപ്പം നിധി ഇങ്ങനെ വരുന്നത് കാണുമ്പോൾ ശിവാനിക്ക് ശരിക്കും പേടിയാവുന്നുണ്ട്. ആ സമയം ശിവാനിയോട് ചോദിക്കുകയാണ് ഞാനൊരു കാര്യം പറയട്ടെ, ഈ കോടതിക്ക് മുന്നേ ഞാനൊരു
കാര്യം വെളിപ്പെടുത്തുന്നു. ഇവൾ എൻ്റെ അമ്മാവിൻ്റെ മകളാണ്. ഇവൾ ജനിച്ചത് മുതൽ സ്വന്തം അച്ഛനെയും അമ്മയെയും സ്നേഹിച്ചിട്ടില്ല. വെറും കുനിഷ്ട ബുദ്ധിയും കുശാഗ്ര ബുദ്ധിയും മറ്റുള്ളവരെ വേദനിപ്പിക്കലും മറ്റുള്ളവരുടെ തട്ടിയെടുക്കലും മാത്രമേ ഇവൾക്ക് അറിയുള്ളൂ. ജീവിതത്തിൽ ആർക്കും ഒരു നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്തില്ല, ആർക്കും ഒരു സന്തോഷം കൊടുത്തില്ല. അങ്ങനെ ഒരു വ്യക്തിയാണ് ഇവൾ എന്നുള്ള സത്യം ഞാൻ ഈ കോടതിക്ക് മുന്നിൽ വെളിപ്പെടുത്തുന്നു. ഇനി ഞാൻ ഈ കോടതിയിൽ ഒരു കാര്യം കൂടി തെളിയിച്ച് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കോടതിയുടെ കൂട്ടിൽ നിന്നും ഇറങ്ങിയിട്ട് ശിവാനിയുടെ നേർക്ക് വരികയാണ്. അപ്പോൾ ശിവാനിയുടെ വയറ്റത്തോണ്ടാണ് നോക്കുന്നത്. ഇതേ സമയം ശിവാനി ആകെ പേടിക്കുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ നോക്കിക്കുത്തിയായി നിൽക്കുകയാണ്. ഈ സമയം ശിവാനിയുടെ വയറ്റിൻ്റെ തൊട്ടരികിൽ വന്നിട്ട് ഈ ഒരു പാഡ് വലിച്ചൂരാണ് കേട്ടോ. ഇത് കാണുന്ന കോടതിയിൽ എല്ലാവരും ഞെട്ടിപ്പോവാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സീന് ഇനി വരാനിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് ചുരുക്കിയിട്ടാണ് ഞാനിത് പറഞ്ഞിട്ടുള്ളത്. ഇതിനിടയ്ക്ക് പല രസകരമായ കാര്യങ്ങളും നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു ചെറുതായി ഇനി വരാനിരിക്കുന്ന കഥ എന്തെന്ന് പറയാനാണ് കേട്ടോ ഞാനിത് പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ അപ്കമിങ് റിവ്യൂസ് കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം ലഭിക്കും കേട്ടോ.